ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചേലോട് മക്കാമിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിലേക്ക് മതപ്രബോധകന്മാരായ സൂഫികൾ എത്തിയിരുന്നു എന്നതിന് തെളിവുകൾ ഒട്ടേറെ ഉണ്ട്. ഔലിയാക്കന്മാർ ഏകാന്ത വിജനമായ പ്രദേശങ്ങൾ ആരാധനക്കായി തിരഞ്ഞെടുക്കുന്ന പതിവ് ലോകത്തിൽ എമ്പാടുമുള്ളതാണ്. അത്തരം ഒരു പ്രദേശങ്ങളിലെ ജനതയിൽ മഹാന്മാരായ സൂഫികളുടെ സ്വാധീനം ഉണ്ടാവുക സ്വാഭാവികമാണ്. സൂഫികൾ മതപ്രബോധകന്മാർ കൂടിയായിരുന്നു എന്ന വസ്തുത ഇതോടൊപ്പം ചേർത്ത് നാം മനസ്സിലാക്കേണ്ടതാണ്. വയനാട്ടിലെ അസംഖ്യം മൗലിയാക്കന്മാരിൽ പകുതിയിലേറെ പേരും ഇത്തരത്തിൽ പ്രബോധകന്മാരായി എത്തിയവരാണ്. അവരെക്കുറിച്ച് എഴുതപ്പെട്ട മൗലൂദ് കിതാബുകളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അത്തരം ഒരു മക്കാമാണ് ചേലോട് മക്കാം. വയനാട് ജില്ലയിൽ ചുണ്ടയിലാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. മഹാനായ CM വലിയുല്ലാഹിയെ പോലുള്ള മഹത്തുക്കളും സൂഫി വര്യന്മാരും ഔലിയാക്കളുമായ ധാരാളം ആളുകൾ സിയാറത്തിനെത്തുന്ന ഒരു സ്ഥലമായിരുന്നു ചേലോട് മക്കാം. ഈ വഴി യാത്ര ചെയ്യുന്ന സഹത്തുക്കളും ഹാരിമീങ്ങളും സാധാരണക്കാരുമായ ധാരാളം ആളുകൾ ഈ മക്കാമിലേക്ക് സിയാറത്തിന് വരാറുണ്ട്. ദുആക്ക് വളരെ അധികം ഹിജാബത്ത് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ചേലോട് മക്കാം. വളരെ പഴക്കം ചെന്ന ഒരു പള്ളിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. കൽപ്പറ്റയിൽ നിന്ന് വരികയാണെങ്കിൽ ഇടത്തുഭാഗത്താണ് മക്കാമും പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. പള്ളിയിൽ നിന്ന് അല്പം ഉയരെയാണ് മക്കാമുള്ളത്. പണ്ടുകാലത്ത് രാത്രി സമയങ്ങളിൽ മക്ബറക്കരികിൽ നരികൾ ഇറങ്ങാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പഴയ കാലത്ത് ഇവിടെ കൊടുങ്കാട് ആയതിനാൽ അത്തരം ജീവികൾ കാവലിരിക്കുന്ന സ്ഥലം കൂടിയായിരുന്നു ചേലോട് മക്കാം. ഇന്ന് വാഹന ഗതാഗതവും ജനത്തിരക്കുകളും സജീവമായതോടെ ഇത്തരം മൃഗങ്ങൾ മാറി നിൽക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകളും പുരുഷന്മാരുമടക്കം ധാരാളം ആളുകൾ സിയാറത്തിനെത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പ്രത്യേകം സിയാറത്ത് സ്ഥലങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ മഹാത്മാവിനെ കൂടാതെ മക്കാമിൻ്റെ രണ്ടു ഭാഗത്തും മറ്റു ചില ഖബറും കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 300ഓളം വർഷം പഴക്കമുള്ള ഖബറുകളാണ് ഇവയെന്നും വലിയ വലിയ മഹത്തുക്കളുടെ ഖബറുകളാണെന്നും മഹാനായ CM വലിയുല്ലാഹി ഇവിടെ വന്നപ്പോൾ പറഞ്ഞതായി അനുഭവസ്ഥരായ ആളുകളും നാട്ടുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.